ഇതിനകത്ത് ചതിയും കള്ളവുമില്ല. നേരെ നിന്ന് പൊട്ടിത്തോൽപ്പിച്ചാൽ ദേവനാരായണൻ അടിയറവ് പറയും, വേണ്ടി വന്ന ക്ഷൗരം ചെയ്തു തരും. തന്തയില്ലാഴ് കാണിച്ചാലുണ്ടല്ലോ വിട്ടു ഞാൻ ഈ കയ്യ്. വരാ, വണ്ടി എടുക്ക. ഒന്ന് ഓഫീസ് വരെ വന്ന് ആ വൗച്ചറിൽ ഉറപ്പിട്ടാൽ. വേണ്ട എനിക്ക് പ്രതിഫലം. അത് ഈ കള്ളപ്പൊതുവാളുടെ ശവസംസ്കാരത്തിന് എന്റെ വക സംഭാവനയായിട്ട് ചുറ്റെഴുതിക്കോളൂ. വരിക. സത്യം പറഞ്ഞ പൂരം കാണാനോ പഞ്ചാരി മേളം കേൾക്കാനോ അല്ല മലമക്കാവിൽ ആള് കൂടിയത്. പിന്നെ ദേവേട്ടന്റെ ഒരു ശാസ്ത്രം ഉണ്ടല്ലോ. എന്റെ ശാസ്ത്രം? അതേനെ, ഒരു ടൈം കഴിഞ്ഞാ ഒരു തല്ലി. ആ ശാസ്ത്രം അതായത് ഈ പുട്ടിന് തേങ്ങയിടുന്ന പോലെ ഒരു തായമ്പക ഒരു തല്ല്, ഒരു തായമ്പക ഒരു തല്ല്. ഒന്ന് പോടോ മാരാരെ. തൊഴിലിൽ കള്ളം കാണിക്കുന്നവൻ ആരായിരുന്നാലും ശരി, അവന് മാപ്പ് കൊടുക്കില്ല ദേവനാരായണൻ. തിരിയേഴും തെളിയുന്ന നിലവിളക്കിന് മുമ്പിൽ നിന്ന് സർവേശ്വരന്മാരെയും ധ്യാനിച്ച് ചെണ്ടയെടുത്ത് കൊട്ടാൻ തുടങ്ങിയാൽ കാലിന്റെ പെരുവരിൽ നിന്ന് തുടങ്ങും ഒരു തീപ്പൊരി കത്താൻ. പതികാലം കൊട്ടിക്കഴിഞ്ഞ് കൂറിലേക്ക് കിടക്കുമ്പോ ആ തീപ്പൊരി ഒരു പന്തായിട്ട് നാഭി വഴി നെഞ്ചു വഴി മേലോട്ട് അങ്ങനെ കത്തിക്കയറും. ബ്രഹ്മസമാധി നിർവ്വാണം എന്നൊക്കെ കേട്ടില്ലേ മാരാര്? അതാ സംഭവിക്കുക. ആ നിന്ന നിപ്പിൽ തന്നെ ഈ ഹൃദയമിടിപ്പിന്റെ തായമ്പക അങ്ങോട്ട് കൊട്ടി കലാശിച്ചു പോയാലും അറിയില്ല മാരാരെ ഞാൻ. ഒരു കുപ്പി കൊണ്ട് എടുക്കട്ടെ ദേവേട്ട? വേണ്ട, എനിക്കൊരു പുക മതി. പുക എവിടെ കിട്ടാൻ? വേണ്ട ദേവേട്ട, മതി. പോടാ പോടാ പോടാ. കുമാര, എന്തോ? 2 കുപ്പി നാടൻ വാറ്റും 1 പൊതി കഞ്ചാവും തലയ്ക്ക് പിടിച്ചാൽ അച്യുതണ്ടിൽ നീ ഭൂമി വലിച്ച് പറിച്ചെടുത്ത് പുറങ്കാല് കൊണ്ട് തായമ്പക കൊട്ടും ദേവനാരായണൻ. മനസ്സിലായോ? സിന്ദൂരാരുണ വിഗ്രഹ ത്രിനയന മാണിക്യ മൗലി സ്ഫുരത്താരാനായക ശേഖര സ്മിതമുഖീ മാപീന വക്ഷോരുഹ പാണിഭ്യാമളി പൂർണ്ണരത്ന ചഷകം. എന്നേക്ക് എത്രയായി ഭാഗീരഥി അവൻ ഇവിടെ നിന്ന് പോയിട്ട്? ഒരെഴുത്തെങ്കിലും അയച്ചോ? ജീവിച്ചിരിപ്പുണ്ടോ, കണ്ടവന്റെ തല്ലുകൊണ്ട് ചട്ടോ എന്നൊക്കെ ആർക്കറിയാം? ദൈവത്തെ വിചാരിച്ച് ഈ സന്ധ്യാനേരത്ത് ഫലിക്കണ വാക്കണോന്നും പറയല്ലേ നിങ്ങള്? സത്യമല്ലേ പറഞ്ഞത് ഞാൻ? ഒരു എൻഡൻ റോളിലിട്ട് ദേശാടനത്തിന് ഇറങ്ങി കണ്ട പൂരപ്പറമ്പിലും കള്ളുഷാപ്പിലും ജീവിച്ച് തീർക്കല്ലേ അവൻ ഈ ജീവിതം? ഒന്ന് പതുക്കെ പറയൂ, അവള് കേൾക്കും. എന്തിനാ അതിനെ വേദനിപ്പിക്കണേ? നമ്മളെങ്കിലും കൊടുക്കണ്ടേ അതിനിത്തിരി മനസമാധാനം? നന്നാവും, മനുഷ്യനാവും എന്നൊക്കെ നിരീച്ചല്ലേ ആ ശങ്കരപ്പൊതുവാളുടെ കാല് പിടിച്ച് ഇവളെ അവന് ഞാൻ ദാനമായിട്ട് കൊണ്ട് കൊടുത്തത്? മറന്നോ നീ? അവിടെയാ നമുക്ക് പിഴച്ചത്. അവൻ മോഹിച്ച പെണ്ണ് ഇപ്പോഴും അവന്റെ മനസ്സിൽ കിടന്ന് നേർന്നുണ്ട്. അതിനാ നികൃഷ്ട ജന്മം കെട്ടിത്തൂങ്ങി ചത്തില്ലേ? കുറ്റപ്പെടുത്തല്ല ഞാൻ, നിങ്ങളുടെ ഒരു ദുർവാശി കാരണം അത് അതിന്റെ ജീവൻ ഒടുക്കിയത്. ഒന്നും വേണ്ടായിരുന്നു എനിക്ക് ഇപ്പൊ തോന്നണത്. എന്റെ മോളെ ദ്രോഹിച്ചോ അവഗണിച്ചോ ഒക്കെ എന്നോടുള്ള പ്രതികാരം തീർക്കവൻ. മുണ്ടനം ചെയ്താ മുടിയെ പോകൂ ഭാഗീരഥി, തലവരമായില്ല. ആ കുട്ടിയുടെ കണ്ണീര് മാത്രം മതി അവൻ ഈ ജന്മം മുഴുവൻ കിടന്ന് നരയിക്കാൻ. മോളെന്താ അവിടെ നിന്ന് കളഞ്ഞേ? ഇങ്ങോട്ട് വാ. മോളെ സങ്കടപ്പെടുത്താൻ വേണ്ടി പറഞ്ഞല്ല അച്ഛൻ. എനിക്ക് സങ്കടമൊന്നുമില്ല അച്ഛ. ദേവേട്ടനെ ആരും ശപിക്കാണ്ടിരുന്നാ മതി. അമ്മിണിക്കുട്ടിയെ, കുടിക്കാതെ വെള്ളം ഇങ്ങെടുത്തോളൂ. ഇന്ന് പതിവില്ലാണ്ട് അത്താഴപൂജ ലേശം വൈകി.
വല്യമ്മാവന്റെ കാലശേഷം 40-45 കൊല്ലായി മുടക്കമില്ലാണ്ട് പല്ലാവൂരപ്പന് ശീവേലി കൊട്ടണു. ഹലോ, ആ നേരെയാവും. ഇതിന്റെയൊക്കെ ഗുണം കിട്ടാൻ പോണത് എന്റെ മോക്കാ, എനിക്ക് ഉറപ്പുണ്ട്. നിന്റെ അമ്മയുള്ള കാലത്ത് അതെ, ഇനി ഇവിടെ നിന്ന് അച്ഛൻ ഇങ്ങനെ ഓരോ പഴംപുരാണം പറഞ്ഞോണ്ടിരിക്കും. കുളിക്കാൻ വെള്ളം കറി വെക്കട്ടെ? ആവാം. ഗുരുനാഥോ സർവാപരാധങ്ങളും പുറത്ത് കാത്തുരക്ഷിക്കണേ ഗുരുനാഥ. കൊച്ചു കുട്ടികളെ പോലെ നമ്മള് തമ്മിൽ കണ്ടിട്ട് 2 ആഴ്ച ആയില്ലേ ഗുരുനാഥ. എനിക്കതങ്ങനെ സഹിക്കാനേ പറ്റണില്ല. ഇപ്പൊ കണ്ടില്ലേ, അതുകൊണ്ടല്ലേ ഈ സങ്കടവും സന്തോഷവും ഒക്കെ. വീതി കുറഞ്ഞിട്ടുണ്ടോ? എന്താടോ മിഴിച്ചു നിൽക്കണേ? അതൊക്കെ ഒന്ന് അങ്ങോട്ട് എടുത്തു വെക്ക. എന്തൊക്കെയാടോ ഈ കൊണ്ടുവന്നിരിക്കണേ? ദക്ഷിണ അങ്ങനെ ഇരിക്ക. കരിങ്കല്ലിൽ പുളിമുട്ടി കൊണ്ടും വലന്തല തളർത്തിയിട്ട ചെണ്ടയിൽ കോലുകൊണ്ടും കൊട്ടാൻ പഠിപ്പിച്ച് എന്നെ ഈ നിലയിലെത്തിച്ച എന്റെ ഗുരുനാഥനുള്ള ദക്ഷിണ. നീ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അരിയും സാധനങ്ങളും ദക്ഷിണയായിട്ട് കൊണ്ടുവരുന്നത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് കഴിയണം. അല്ലാണ്ട് അമ്പലത്തിൽ നിന്ന് കിട്ടുന്നതുകൊണ്ട് എന്താ എന്താടി നിന്റെ മുഖത്തൊരു മ്ലാനത? ഇട്ടോന്നെ കുമാരാ, അതിങ്ങനെ എടുത്ത്. നീ ചോദിച്ചൊക്കെ ഉണ്ട്. സാരി ഉണ്ട്, ബ്ലൗസ് ഉണ്ട്, പാവാട ഉണ്ട്, പിന്നെ എന്തൊക്കെയോ കൊന്ത്രാണ്ടങ്ങളൊക്കെ. ആ പിന്നെ അതിലുള്ളി ഉണ്ട്, വലിയ ഉള്ളി. അതിലൊരു 4-5 എണ്ണം കൂടെ എടുത്ത് ഒരു പലകമ്മല വെച്ചൊരു കത്തിയെടുത്ത് അരിയ. എന്നിട്ട് ഒരു ചെറുനാരങ്ങ എടുത്ത് 2ആയിട്ട് മുറിച്ച് അതിൽ പിഴിഞ്ഞൊഴിക്കുക. ഒരു ഉള്ളു ഉപ്പ് എന്നിട്ട് ഇങ്ങോട്ട് ഒന്ന് ഉഷാറാക്കുവാസോ നീയെ. എന്താണ് മാരാരെ നോക്കി നിൽക്കാതെ ഒന്ന് ഉത്സാഹിക്കും നിങ്ങള്. പൂരപ്പറമ്പത്ത് തുടങ്ങിയതല്ലേ ഉത്സാഹം. ഉത്സാഹം ഇവിടെ ഉത്സാഹം. എങ്ങനെയുണ്ട് ഗുരുനാഥ? എന്റെ കുണ്ടലിന് കത്തിപ്പോയി. മലമക്കാവ് പൂരം കഴിഞ്ഞു വരണ വഴിക്ക് ഒരാരാധകന്റെ സമ്മാന. കുമാര ലേശം അടിച്ചോളൂ. എനിക്ക് വേണ്ട അച്ഛനെ. കേട്ടിട്ടില്ല കുമാര, മദ്യം വിജ്ഞാന ഭൂഷണ. അത് വിദ്വാന്മാർക്കുള്ളതാണ് വാസു. നീ എന്തിനാ നിർബന്ധിക്കണ്ട, അവൻ കുടിക്കില്ല. കുമാര നീ അകത്ത് പോയിട്ട് ആ വെജിറ്റബിൾ സാലഡ് ഇങ്ങനെ എടുത്തിട്ട് വന്നേ വേഗം. എന്താടോ കിട്ടന്മാരെ, തനിക്കൊരു ആലസ്യം ഒഴിച്ചങ്ങനെ കുടിക്കണോ? തന്നെ വേണം. കഞ്ചാവി. ആരെങ്കിലും കാണും. ആരെങ്കിലും കാണണം, ആശാൻ അറിയണം, എങ്കിൽ ഞാൻ രക്ഷപ്പെടും. എന്നോട് മിണ്ടണ്ട. എത്ര ദിവസം ഇവിടുന്ന് പോയിട്ട്? ദേവേട്ടന്റെ കൂടെ ഇറങ്ങി തിരിച്ചുള്ള കാര്യം നിനക്കറിയാലോ. ഉവ്വ്. ഓക്കെ, ഇതൊക്കെ ആർക്ക് വേണ്ടിട്ടാ? 10 കാശുണ്ടാക്കും, എന്നിട്ട് ആശാന്റെ മുമ്പിൽ ചെന്ന് ധൈര്യമായിട്ട് ചോദിക്കണം, മര്യാദക്ക് നിങ്ങളുടെ മോളെ എനിക്ക് കെട്ടിച്ചേരുന്നുണ്ടോ? അതോ വന്നു ആവേശം മൂക്കണു. ആവേശം ഉത്സവം കണ്ടല്ലോ. അപ്പോഴേക്കും തുടങ്ങിയില്ലേ ഉത്സാഹം. നീ എന്താടാ സവാള കണ്ടുപിടിക്കാൻ? ഉള്ളി അരിഞ്ഞിട്ട് തക്കാളി അരിഞ്ഞപ്പോ ആശാനൊന്നും കൊണ്ടാത്തെ. അയ്യോ, മൂർധാവിന്റെ ഉള്ളിൽ നിന്ന് 10-15 ചെണ്ട ഒന്നിച്ചു മുറുകുമ്പോഴുള്ള ഒരു മൂളക്കം. അതെന്താണ് ആശാരെ? ഇത് മറ്റവരല്ല, തറവാടിയാ. ചവിട്ടുകുത്തൊന്നുമില്ല, പാൽപ്പായസം പോലെ ഉണ്ടല്ലേ ആശാരെ? എന്റെ ആശാന്റെ മനസ്സ് നിറഞ്ഞല്ലോ, എനിക്ക് അത് മതി. അല്ല, പോണ്ടേ ഇവിടെ വീട്ടിലേക്ക്? ഈ മേടസൂര്യനെയും വലം വെച്ച് ഈ സൗരയൂഥത്തിൽ ഇങ്ങനെ കറങ്ങി കറങ്ങി നടക്കുക. ഒരു പാവി പാതാളത്തിലേക്ക് ഞാനില്ല. അത് പറയരുത്. നീ വീട്ടിൽ പോണം. ഗുരുനാഥനേക്കാൾ വലുത് കുടുംബാണ്, അത് മറക്കരുത്. അനുസരണക്കേട് കാട്ടിയ പഴയ പുളിമുട്ടി ഇരിപ്പുണ്ട് ഇവിടെ. ചന്തിക്കിട്ട് പെരുക്കിൽ ഞാൻ. അല്ല നമ്മുടെ കോഴി പോയി കൂടി തള്ളിയിട്ട്. നീ പിണങ്ങി പോവാണോ? എന്റെ ഗുരുനാഥനോട് ഞാൻ പിണങ്ങില്ല. ഞാൻ വണ്ടി എടുക്കാം, ഞാൻ വണ്ടി എടുക്കാം. വേണ്ട, ഞാൻ നടന്നു പോയില്ല. വണ്ടി പുഴക്കരെ വീട്ടിലിട്ട ഗുരുനാഥൻ. ഒരു സാധനം എടുക്കാൻ മറന്നിട്ടാ. കിടക്കുന്ന സാധനം തന്നെയാ. അതവിടെ കിടന്നു. രാവിലെ വെള്ളം കൊടുക്കാൻ മറക്കണ്ട. അപ്പൊ ആശാനെ കൂട്ടിലായി അതവിടെ വെച്ചിട്ട് പോണോ? മതിയാവില്ല.
ചോദിച്ചത് കേട്ടില്ലേ? വേറെന്താ ഞാനാ കുഞ്ഞിരാമേട്ട. പേടിച്ചു പോയ എന്റെ കുട്ടിയെ. എനിക്ക് ആർട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ തന്നെ കുട്ടിയാർന്നു. അതേതായാലും നന്നായി. എന്താ ഇവിടത്തെ വലിയ പൊതുവാളിന്റെ ഹാല്? വെടികൊണ്ട നരിയെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കായിരുന്നു ഇത്രയും നേരം. തൽക്കാലം പിടി കൊടുക്കണ്ട. അമ്മയോ ഒരച്ച പതിപോലെ ചെയ്യണ കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്തോളോ പറഞ്ഞു. എന്നാ കുഞ്ഞിരാമട്ടം കൊടന്നോളൂ.